എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ദിവസമാണല്ലോ ഇന്ന്. നാം രാവിലെ വായിച്ചതുപോലെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാമത്തെ വാക്യം, അവരോട് യെരൂശലേമിൽ കൂടിയിരുന്ന് ശക്തി പ്രാപിക്കുവാൻ കർത്താവ് ആവശ്യപ്പെട്ടത് യെരൂശലേമിൽ തന്നെ ലിമിറ്റഡ് ആകുവാൻ വേണ്ടിയിട്ടല്ല, അത് അവർ സ്പ്രെഡ് ഔട്ട് ആകുവാൻ വേണ്ടിയിട്ട് ഒരു ആത്മാവിൻ്റെ ഒരു പ്രവർത്തനം അവർക്ക് അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് കാത്തിരുന്ന് പ്രാപിക്കുവാൻ പറഞ്ഞത്. നമുക്കും അതുപോലെ തന്നെ ഈ മാസത്തിൻ്റെ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം നമുക്കൊരു നല്ലൊരു വർഷത്തെ നമുക്ക് കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ, ആ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ കർത്താവ് ആ വർഷത്തെ സ്വീകരിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കുമാറാകട്ടെ. ഈ 2025 ഇറ്റ്സ് എ ഇയർ ഓഫ് ദ ആക്ട്സ് ഓഫ് ദ ഹോളി ഗോസ്റ്റ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളുടെ ഒരു വർഷമായി നമുക്ക് ഈ വർഷത്തെ കാണാം. കർത്താവ് അപ്രകാരം ഈ വർഷത്തെ നമുക്ക് അനുഗ്രഹിച്ചു തരട്ടെ. ഉപവാസത്തോടെ ഇരിക്കുന്ന പലരും ഉണ്ട്. പുതിയ വിശ്വാസികളോട് അറിവിനായിട്ട് പറയട്ടെ, നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നിങ്ങൾ എപ്രകാരം ഉപവാസത്തോടെ ആയിരിക്കണമെന്ന്. ചിലർ ഒരു നേരത്തെ ഭക്ഷണം വെടിഞ്ഞിരിക്കും, ചിലരാണെങ്കിൽ രാത്രി മാത്രം കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥന എപ്രകാരമാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഹേമിപ്പിക്കുന്ന നിങ്ങളുടെ സാഹചര്യങ്ങൾ എപ്രകാരമാണ്, അപ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയെ നിങ്ങൾക്ക് ഒരുക്കിയെടുക്കാം. എന്നിരുന്നാലും ഈ സഭ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ സമയങ്ങൾ കഴിയുന്നതും പ്രാർത്ഥനയിലും സ്തുതിഗീതങ്ങളിലും എല്ലാം ആയിരിക്കാൻ ശ്രമിച്ചാട്ടെ. നമുക്ക് കഴിയുന്നതും സോഷ്യൽ മീഡിയാസും ആത്മീയമായിട്ടുള്ള അല്ലാത്ത എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മാറിയിരിക്കാം. പാർട്ടികളെ ഒഴിവാക്കാം, ആവശ്യമില്ലാത്ത ഷോപ്പിങ്സ് ഒഴിവാക്കാം, വാർത്തകൾ അധികം കാണണ്ട എന്ന് വെക്കാം. നമ്മുടെ സമയങ്ങൾ കൂടുതലും കർത്താവിനോട് കൂടിയിരിക്കുവാൻ വേണ്ടി നമുക്ക് ചിലവഴിക്കാം. വചനം വായിക്കുവാനായിട്ട്, നല്ല മെസ്സേജുകൾ കേൾക്കുവാനായിട്ട്, പ്രാർത്ഥിക്കുവാനായിട്ട്, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടിയിരിക്കാം. എല്ലാ ദിവസവും ഉപവാസ പ്രാർത്ഥന ഇന്ന് 10-ാം തീയതി ഡിസംബർ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. 30-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ വൈകുന്നേരം നമുക്ക് കൂടിവരവുകൾ ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കൂടിവരവുകൾ ഉണ്ടായിരിക്കും. 8:30 ആകുമ്പോൾ നമ്മുടെ ആലയത്തിലോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ച ഭവനങ്ങളിലോ പ്രാർത്ഥന ഉണ്ടായിരിക്കും. ഗസ്റ്റ് പാസ്റ്റേഴ്സും പുറമേ നിന്നുള്ള ദൈവദാസന്മാർ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ വൈകുന്നേരത്തെ കൂടിവരവിൽ ശുശ്രൂഷിക്കുന്നതായിരിക്കും. ഇതെല്ലാം അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. For the year of Holy Ghost. 2025 is the year of the acts of the Holy Ghost. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.